ജ്ഞാനികളുടെ ജ്ഞാനി എന്ന് വിശുദ്ധ വേദപുസ്തകം വിശേഷിപ്പിക്കുന്ന ശലോമോൻ ദൈവസന്നിധിയിൽ കഴിച്ച ഒരു പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. ആ പ്രാർത്ഥനയിൽ ശലോമോൻ ചോദിക്കാത്ത 3 കാര്യങ്ങളും ശലോമോൻ ചോദിച്ചതായ ഒരു കാര്യത്തെപ്പറ്റിയും വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. ശലോമോൻ ചോദിക്കാത്ത 1-ാമത്തെ കാര്യം ദീർഘായുസ്. ശലോമോൻ ചോദിക്കാത്ത 2-ാമത്തെ കാര്യം സമ്പത്ത്. ശലോമോൻ ചോദിക്കാത്ത 3-ാമത്തെ കാര്യം ശത്രു സംഹാരം. ഇന്ന് നമ്മിൽ പലരും ചോദിക്കുന്ന കാര്യങ്ങളാണ് ശലോമോൻ ദൈവത്തോട് ചോദിക്കാത്തത്. പലരും മറ്റു പലതിനേക്കാളും വലിയ അനുഗ്രഹങ്ങളായി കാണുന്നത് ദീർഘായുസ്സും സമ്പത്തും ശത്രു സംഹാരങ്ങളുമൊക്കെ തന്നെയാണ്. സ്വന്തം ജീവിതത്തിന് മാത്രം ഉതകുന്ന ഈ കാര്യങ്ങൾ മാത്രമേ ഏത് സമയവും ദൈവസന്നിധിയിൽ വരുമ്പോൾ പലർക്കും ചോദിക്കുവാനുള്ളൂ. നമ്മിൽ പലരും സ്ഥിരമായി ദൈവത്തോട് ചോദിക്കുന്ന ഈ 3 കാര്യങ്ങളും ശലോമോൻ ചോദിക്കാത്തതിൽ ദൈവത്തിന് അതിശയം തോന്നിക്കാണും. നമ്മിൽ പലരും ദൈവത്തോട് ചോദിക്കാത്ത ഒരു കാര്യമാണ് ശലോമോൻ ചോദിച്ചത്. അത് ജ്ഞാനവും വിവേകവുമായിരുന്നു. ഭൗതികാനുഗ്രഹങ്ങൾ ശലോമോൻ ചോദിച്ചില്ല എങ്കിലും ദൈവം അത് അവന് നൽകുകയുണ്ടായി. ഭൗതികാനുഗ്രഹങ്ങൾക്കായി നാം ദൈവത്തോട് ചോദിക്കുന്നതിന് മുമ്പായി ജ്ഞാനത്തിനും വിവേകത്തിനുമായി ചോദിക്കുക. നമുക്ക് ഈ 2 അനുഗ്രഹങ്ങൾ ദൈവം തരുമ്പോൾ ഭൗതികാനുഗ്രഹങ്ങൾ നാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടാകുന്നു. ദൈവം നമ്മെ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നാം അത് ഉപയോഗിക്കുമെന്ന് അവനറിയാം. എന്താണ് ഈ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പ്രത്യേകത? അത് അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആകത്തുകയാണ്. ദൈവം ചെയ്യുന്നത് പോലെ ജീവിതത്തെ വ്യാഖ്യാനിക്കുവാനും ക്രമപ്പെടുത്താനുമുള്ള കഴിവാണത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുവാനും അവിടുത്തെ ചെവികളിലൂടെ കേൾക്കുവാനും അവിടുത്തെ മനസ്സിലൂടെ ചിന്തിക്കുവാനും അവിടുത്തെ ഹൃദയത്തിലൂടെ അനുഭവിക്കുവാനുമുള്ള കഴിവാണത്. അതുകൊണ്ടാണ് ശലോമോൻ തൻ്റെ സദൃശ്യവാക്യങ്ങളിലൂടെ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നത്. 4-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ.